ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. 5 പേർ ഇന്ത്യക്കാരാണ്. 2 മലയാളികളും ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി തുടങ്ങി. ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട് കുവൈറ്റിൽ നിന്ന്. ഗിരീഷ്, സങ്കടകരമായ വാർത്തയാണ്. എപ്പോഴായിരുന്നു ഈ വാഹനാപകടം ഉണ്ടായത്? എങ്ങനെയാണ് അപകടം എന്നാണ് അറിയാൻ കഴിയുന്നത്? പരിക്കേറ്റ മലയാളികളുടെ ആരോഗ്യനില എങ്ങനെ? പ്രവിത, കുവൈറ്റിൽ 7th റിംഗ് റോഡിലാണ് രാജ്യത്ത് നടത്തിയ വാഹനാപകടം ഉണ്ടായത്. അപകടത്തിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 6 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രാജ്കുമാർ കൃഷ്ണസ്വാമി എന്ന വ്യക്തി ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത്. മരിച്ച 7 പേരിൽ 5 പേർ ഇന്ത്യക്കാരും 2 പേർ ബംഗ്ലാദേശി സ്വദേശികളുമാണ്. ഇന്ത്യക്കാരിൽ 4 പേർ പഞ്ചാബി സ്വദേശികളും മറ്റൊരാൾ തമിഴ്നാട് സ്വദേശിയുമാണ്. ഗുരുതരമായി പരിക്കേറ്റ മറ്റ് 3 പേരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ ബിനു മനോഹരൻ ആലപ്പുഴ കായംകുളം സ്വദേശിയും സുരേന്ദ്രൻ കണ്ണൂർ സ്വദേശിയുമാണ്. ഗുരുചരൺ സിംഗ് പഞ്ചാബ് സ്വദേശിയുമാണ്. മൂന്നാമത്തെ ആൾ ഗുരുചരൺ സിംഗ് പഞ്ചാബ് സ്വദേശിയുമാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാകെ 10 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഹെവി ഡ്രൈവർമാരായി 3 സ്റ്റാർ എജിലിറ്റി എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നവരായിരുന്നു. ഇവർ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് ജോലി കഴിഞ്ഞ് മടങ്ങവേ വരുന്ന വഴിയിലാണ് ഈ അപകടം നടന്നത്. വാഹനത്തിന്റെ പുറകെ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് ഇവരുടെ വാഹനം നിയന്ത്രണം വിട്ട് പാലത്തിന്റെ മതിലിൽ ശക്തമായി ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ വാഹനം പൂർണ്ണമായും തകരുകയാണ് ഉണ്ടായത്. അഗ്നിശമന രക്ഷാവിഭാഗം ഉടൻ സ്ഥലത്തെത്തി വാഹനം പൊളിച്ചാണ് പരിക്കേറ്റവരെല്ലാം പുറത്തെടുത്തത്. മരിച്ച 7 പേരുടെയും മൃതദേഹം മോർച്ചറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾക്ക് ശേഷം ഇവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. പ്രവിത. ശരി, ഗിരീഷ് ഒറ്റപ്പാലമാണ് കുവൈറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് മികച്ച വാണിജ്യ അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും സംരംഭകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകാൻ പ്രത്യേക മന്ത്രാലയമാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി പറഞ്ഞു. റിയാദിൽ ലുലുവിന്റെ 61ാമത് ശാഖ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ അപ്കമിങ് മാർക്കറ്റാണ്. എക്കണോമി സ്ട്രോങ് ആണ്. അതുകൂടാണ്ട് വിഷണറി ലീഡർഷിപ്പാണ്. അതുകൂടാതെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ബിസിനസ്സുകാർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ആരംഭിച്ചത്. മുമ്പ് അതില്ല. അപ്പോൾ നല്ല സാഹചര്യമാണ്. പിന്നെ സൗദി അറേബ്യയിൽ പോപ്പുലേഷനും കൂടാണ് മറ്റ് GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച്. പോപ്പുലേഷൻ കൂടുതലാണ് സൗദി അറേബ്യയിൽ, സ്ഥലങ്ങളും കൂടുതലാണ്. വളരെ കംഫർട്ടായിട്ടുള്ള നിയമങ്ങൾ അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് എല്ലാവർക്കും ഇവിടെ വന്ന് തുടങ്ങാം അതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ എൻ്റെ അനുഭവം ചോദിച്ചപ്പോൾ അനുഭവം ഇല്ലാതെ ഇങ്ങനെ എക്സ്പാൻഷൻ ഞങ്ങൾ നടത്തുമല്ലോ. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദിയിലെ 61ാമത് ശാഖ റിയാദ് ലബാൻ സ്ക്വയറിൽ പ്രവർത്തനം തുടങ്ങി. പുണ്യനഗരങ്ങളായ മക്ക, മദീന എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 6 ഹൈപ്പർ മാർക്കറ്റുകൾ ഈ വർഷം സൗദിയിൽ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അറിയിച്ചു. ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ 61ാമത്തേതും റിയാദിലെ 11ാമത്തെയും ഹൈപ്പർ മാർക്കറ്റാണ് റിയാദ് ലബാൻ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് ചെയർമാൻ ഹസൻ അൽ ഉഹൈസി, സൗദി നിക്ഷേപ മന്ത്രാലയം ഉപമന്ത്രി മുഹമ്മദ് അബു ഹുസൈൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നടന്നത്. സൗദി അറേബ്യയുടെ വളർച്ചയിൽ ഒരു ഭാഗമാവുന്നതിൽ തങ്ങൾ അഭിമാനിക്കുന്നതായും ഇതിനായി എല്ലാ സൗകര്യങ്ങളും നൽകിവരുന്ന സൗദി ഭരണകൂടത്തോട് നന്ദി അറിയിക്കുന്നതായും MA യൂസഫ് അലി അറിയിച്ചു. സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തരുന്ന ബഹുമാന്യനായ ഹിസ് മജസ്റ്റി കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അവർക്കും, ബിലവഡ് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, ക്രൗൺ പ്രിൻസ് ആൻഡ് പ്രൈം മിനിസ്റ്റർ അവർക്കും, സൗദി ഗവൺമെൻറ്റിനും സൗദി നാഷണൽസിനും ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. സൗദിയിലെ ലുലുവിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ 100 ഹൈപ്പർ മാർക്കറ്റ് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷം പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഉൾപ്പെടെ 6 ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കും. ഇതുവഴി സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്കും 10,000-ത്തിലധികം തൊഴിലവസരങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയൽറ്റി പദ്ധതിക്കും തുടക്കം കുറിച്ചു.
പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്ക് ആകർഷകമായ വിലക്കിഴിവുകളും പോയിന്റുകളും സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാകും. ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്യുവാനും അവസരം ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക പരിപാടിയിൽ സ്വദേശി കലാകാരന്മാർക്കൊപ്പം യൂസുഫ് അലിയും പരമ്പരാഗത നൃത്തത്തിന് ചുവടുപിടിച്ചു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ്, ലുലു റിയാദ് റീജിയണൽ ഡയറക്ടർ ഹൈത്തം എന്നിവർക്ക് പുറമെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. അരുഹ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ശാഖ ദുബായിലെ ഡെയ്റയിൽ തുടക്കമായി. ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൽ അസീസ് അൽ മുഅല്ലയാണ് ഉദ്ഘാടനം ചെയ്തത്. ട്രാവൽ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ അറൂഹയുടെ 15ാമത് ശാഖയാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ദുബായ് ദേറയിലെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൽ അസീസ് അൽ മുഅല്ല നിർവഹിച്ചു. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് 15ാമത് വർഷത്തിലേക്ക് കടക്കുന്ന അറൂഹയുടെ പുതിയ ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. പ്രശസ്ത സിനിമാ താരം അനുശ്രീയാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. 15ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ആകർഷകമായ യാത്രാ ആനുകൂല്യങ്ങളും നിരവധി സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചതായി അറൂഹ ടൂർസ് ആൻഡ് ട്രാവൽസ് കോ ഫൗണ്ടറും ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഷിദ് അബ്ബാസ് പറഞ്ഞു. ചടങ്ങിൽ മുഹമ്മദ് ഷെയ്ഖ്, റിയാസ് ചെലേരി, AK മുസ്തഫ, അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. 24 ദുബായ്. അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ പുതിയ സമ്മർ പ്രൊമോഷന് മികച്ച പ്രതികരണം. 1 മില്യൺ ദിർഹം ഗ്രാൻഡ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. അടുത്ത മാസം 31 വരെ ഉണ്ടാകും. UAE പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ അൽ അൻസാരി എക്സ്ചേഞ്ചിൽ ജൂൺ 1 മുതലാണ് സമ്മർ പ്രൊമോഷന് തുടക്കമായത്. അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ 250-ലധികം ശാഖകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ധന ഇടപാടുകൾ നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. വിജയികൾക്ക് 1 മില്യൺ ദിർഹം ഗ്രാൻഡ് പ്രൈസും Audi Q2 കാറും 1 ലക്ഷം ദിർഹവും ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ് നൽകുക. We are delighted to announce our 11th annual Millionaire promotion. As always, we are committed to reward our loyal customers with the biggest prizes in the industry. Of course, this initiative is our way to give back to our community, and we look forward to another successful campaign and to celebrate our next millionaire and the other lucky prize winners. എല്ലാ വാരാന്ത്യങ്ങളും നറുക്കെടുപ്പിലൂടെ ഹോളിഡേ പാക്കേജും നൽകുന്നുണ്ട്. വലിയ ആവേശത്തോടെയാണ് ക്യാമ്പയിനെ സമീപിക്കുന്നതെന്ന് ഉപഭോക്താക്കളും പ്രതികരിച്ചു. ഞാൻ ഏകദേശം ഒരു 12 വർഷമായിട്ട് ദുബൈയിലുണ്ട്. ഓൾമോസ്റ്റ് അൽ അൻസാരി തന്നെ അയക്കല്. പിന്നെ ഇവരുടെ സമ്മർ ക്യാമ്പയിൻ ഉണ്ട് 1 മില്യൻ്റെ. അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് മോട്ടിവേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് കാരണം ഇവിടെ തന്നെയാണ് വന്ന് അയക്കലുള്ളത്. ഈ വർഷം കുറച്ച് പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാ വർഷവും അയക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടലുണ്ട് ആൾക്കാർക്ക്. നമ്മൾ അവരുടെ ഇൻസ്റ്റാ പേജ് നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് കറക്റ്റ് അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രാവശ്യം നോക്കാം. കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ക്യാമ്പയിന്റെ 11ാമത് സീസണാണ് ഇത്തവണ നടക്കുന്നത്. അടുത്ത മാസം 31-ന് ക്യാമ്പയിൻ സമാപിക്കും. 24 ദുബായ്. ന്യൂയോർക്കിലെ അൽബനിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശ് സ്വദേശി സായി സൂര്യ അവിനാഷ് ഗഡ്ഡെയാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റൊരാളെ രക്ഷപ്പെടുത്തി. റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചകളിലൂടെ മാത്രമേ സമാധാനത്തിലേക്കുള്ള വഴി തെളിയിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന പുടിന്റെ ഉറപ്പ് ഇന്ത്യയ്ക്ക് നയതന്ത്ര നേട്ടമായി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് പുടിൻ സമ്മാനിച്ചു. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് പറഞ്ഞു. ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ തിളങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറന്ന ചർച്ചകളിലൂടെ മാത്രമേ യുക്രൈൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാനാകുകയുള്ളൂവെന്ന് ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് നരേന്ദ്രമോദി. റഷ്യ ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്താണ്. വരും വർഷങ്ങളിൽ ബന്ധം ഇനിയും ദൃഢമാകുമെന്നും മോദി പറഞ്ഞു. आज के वैश्विक वातावरण के परिप्रेक्ष्य में भारत और रूस की पार्टनरशिप और भी अहम हो जाती है. हम दोनों विश्वास रखते हैं कि वैश्विक स्थिरता
और शांति के लिए निरंतर प्रयास करते रहना चाहिए. നയതന്ത്ര തലത്തിലും മോദിയുടെ സന്ദർശനം ഗുണം ചെയ്തു. റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് പുടിൻ പ്രധാനമന്ത്രി മോദിക്ക് ഉറപ്പു നൽകി. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത മോദി റഷ്യയിലെ കസാനിൽ 2 പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി. റഷ്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ മോദിക്ക് സമ്മാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിലെ സേവനങ്ങൾ പരിഗണിച്ചാണ് ബഹുമതി. 2019 പുരസ്കാരം പ്രഖ്യാപിച്ചത്. ये सम्मान केवल मेरा सम्मान नहीं है, यह 140 करोड़ भारतवासियों का सम्मान है. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നലെ 4 പേർ പനി ബാധിച്ച് മരിച്ചു. 13,511 പേർ ചികിത്സ തേടി. തലസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഡിഎംഒമാരുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. നെയ്യാറ്റിൻകരയിൽ 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റൽ അന്തേവാസി അനു വയറിളക്കം ബാധിച്ച് മരിച്ചിരുന്നു. തുടർന്നാണ് ഇതേ ഹോസ്റ്റലിലുള്ള 12 പേർ കൂടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. രോഗം സ്ഥിരീകരിച്ച 10 വയസ്സുകാരൻ അപകടനില തരണം ചെയ്തു. മറ്റുള്ളവരുടെ ഫലം കിട്ടാനുണ്ട്. മരിച്ച അനുവിന്റെ സ്രവം പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോളറ സംശയത്തെ തുടർന്ന് അനുവിന്റെ തൊളിക്കോട്ടെ വീട്ടിലും പരിസരത്തും ആരോഗ്യപ്രവർത്തകർ ശുചീകരണം നടത്തി. ഹോസ്റ്റലിൽ എങ്ങനെയാണ് രോഗം വന്നത് എന്നറിയില്ലെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അന്തേവാസികൾക്ക് നൽകുന്നതെന്നുമാണ് ജീവനക്കാരുടെ വിശദീകരണം. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടരുകയാണ്. 12 കേസുകളാണ് ആകെ വയറിളക്കമായിട്ട് ഇപ്പോൾ ഈ സമയം വരെ ഉള്ളത്. അതിൽ ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കേസുകൾ പരിശോധനയിലാണ്. മെഡിക്കൽ കോളേജിലാണ് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റ് ചെല്ലുന്നുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലോട്ട് വിടാനും അതല്ല ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സയിലെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. ഇന്നലെ 13,511 പേർ ചികിത്സ തേടി. 4 പേർ പനി ബാധിച്ച് മരിച്ചു. 99 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. തലസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഡിഎംഒയുടെ നേതൃത്വത്തിൽ 15-അംഗ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ചു. 24 തിരുവനന്തപുരം. PSC കോഴി ആരോപണത്തിൽ ഏതന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. വാങ്ങിയ കാശ് തിരികെ കൊടുത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സബ്മിഷനിൽ ആരോപിച്ചു. തുടർച്ചയായ 2ാം ദിവസവും PSC കോഴ ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷമുയർത്തി. PSCയെ സംശയനിഴലിലാക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും VD സതീശൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില MLAമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. സർ, അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർക്കും മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. കോഴിക്കോട്ടെ PSC കോഴി ആരോപണത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി CPIM. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൌരവമായി എടുത്തില്ല എന്ന വിലയിരുത്തലിലാണ് നടപടി. കോഴി ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പ്രതികരിച്ചു. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയോട് പാർട്ടി വിശദീകരണം തേടും. മാധ്യമങ്ങളും അതുപോലെ CPMന്റെയും ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു PSC അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരറിവില്ല. PSC കോഴ ആരോപണത്തിൽ പാർട്ടിക്ക് ഒന്നും അറിയില്ലെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം വിഷയത്തെ ഗൗരവമായി കാണുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കരിവാരിത്തേക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന കോലാഹലങ്ങളാണെന്ന് P. മോഹനൻ പറഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും വിഷയത്തിൽ ഗൗരവം കാട്ടിയില്ല. ആരോപണം ജില്ലാ ഘടകം മുഖവിലക്കെടുക്കാത്തതും വിശദീകരണം തേടുന്നതിന് കാരണമായി. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി കോഴ ആരോപണം പൂർണ്ണമായും തള്ളി. താൻ പണം വാങ്ങിയിട്ടില്ല, അത്തരമൊരു ചരിത്രം തനിക്കില്ലെന്നുമായിരുന്നു പ്രതികരണം.
എന്താ വെച്ചാൽ ഞാൻ ഈ നഗരത്തിലൊരു 10-30 കൊല്ലമായിട്ട് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി വിശദീകരണം തേടിയിട്ടില്ലെന്നും പ്രമോദ് പറഞ്ഞു. 24 കോഴിക്കോട്. ആകാശ് തില്ലങ്കേരിയുടെ വിവാദയാത്രയിൽ 9 കുറ്റങ്ങൾ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. ജീപ്പിന്റെ ഉടമയ്ക്ക് 45,500 രൂപ പിഴ. RC സസ്പെൻഡ് ചെയ്യും. വാഹനം ഓടിച്ച തില്ലങ്കേരിക്കെതിരെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായില്ല. വിവാദയാത്രയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്ര നടന്നത് വയനാട്ടിലെ പനമരത്ത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് വാഹനം ഇതുവഴി കടന്നുപോയതെന്ന് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതുവഴി വ്യക്തമായി. വാഹനം രൂപമാറ്റം വരുത്തി, നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു തുടങ്ങി നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥയിലുള്ള ജീപ്പാണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ 3 തവണ നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. RC സസ്പെൻഡ് ചെയ്യാനാണ് മലപ്പുറം RTOയ്ക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് RTO നൽകിയ ശുപാർശ. അതേസമയം ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയെടുക്കാവുന്ന വിധമുള്ള കണ്ടെത്തൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ മാനന്തവാടി ജോയിന്റ് RTO ഓഫീസിലേക്ക് പരാതി നൽകാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധമുണ്ടായി. ഞങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഈ നിയമലംഘനം ജോയിന്റ് RTO ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി, ശക്തമായ നിയമവ്യവസ്ഥയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. അനുവദിക്കണമെന്ന് പറയുന്നു, അവർ അനുവദിക്കുന്നില്ല. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വീഡിയോകൾ പരിശോധിച്ച ശേഷം സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്നും കോടതി വിലയിരുത്തി. 24 വയനാട്. മർദ്ദിച്ചവർ മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് വയനാട് മുട്ടിലിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായ സുഹൈൽ. കച്ചവടം ചെയ്യാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു ഭീഷണി. മർദ്ദനത്തിനിടെ പണം നഷ്ടപ്പെട്ടു. ദേഹോപദ്രവം ഏൽക്കാതെ മീൻ വിൽക്കാനുള്ള അവസരം പോലീസ് ഒരുക്കണമെന്നും സുഹൈൽ പറഞ്ഞു. അന്ന് ഞാനവിടെ കച്ചവടം ചെയ്യുമായിരുന്നു. ചെമ്മീനെ വിറ്റിരുന്നത് അവിടെ ലൈനിൽ വെച്ചിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നോ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ അവിടെ ചെയ്തിരുന്നത്. കുറച്ച് അപ്പുറത്തേക്ക് ടൗണിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് ചെയ്ത. ഒഴിഞ്ഞ പാർക്കിങ്ങുള്ള സ്ഥലത്താണ് ഞാൻ വിറ്റിരുന്നത്. തൊട്ടടുത്തുള്ള വീട്ടുകാരോടുള്ള എല്ലാവരോടും സമയം ചോദിച്ചാൽ അവിടെ വണ്ടി ഇടട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് കൊടുത്തിട്ട് കുറേ ആയി. അവർ പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കണത്, ഞാൻ മീനെടുക്കുന്ന കടയിൽ പോയിട്ട് വൈകുന്നേരം പോയിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തിയിട്ട് വന്നങ്ങാട് എന്ത് ചെയ്ത്, പിന്നെ ഒരു 5-8 ആൾക്കാർ വന്നങ്ങാട് ഇന്നെ ഇവിടെ മീൻ വെക്കാൻ പറ്റില്ല, മീനിൽ മണ്ണെണ്ണ വയ്ക്കും, ഇനി വിറ്റ് കഴിഞ്ഞാൽ മണ്ണെണ്ണ വയ്ക്കും, ഒരു പൊടി പോലും മീൻ ചൂടെ വെക്കൂല എന്ന് പറഞ്ഞാൽ ഇന്നെ തച്ച്. ഈ തച്ച ആളുകളൊക്കെ മീൻ കച്ചവടക്കാരാണ് അവിടെ ഉള്ളത്. മറ്റു വാർത്തകൾ നോക്കാം. ഗംഭീരമാക്കാൻ പുതിയ കോച്ച്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ. 2020 ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിഞ്ഞ രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായാണ് ഗംഭീറിന്റെ നിയമനം. സമൂഹമാധ്യമമായ എക്സിലൂടെ BCCI സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. ആധുനിക ക്രിക്കറ്റിന്റെ അതിവേഗ മാറ്റം അടുത്തറിഞ്ഞയാളാണ് ഗംഭീറെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കുമെന്നും തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ജയ്ഷ എക്സിൽ കുറിച്ചു. രാജ്യത്തെ സേവിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഗൗതം ഗംഭീർ പ്രതികരിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായാണ് നീലപ്പട കളത്തിലിറങ്ങുന്നതെന്നും ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ തന്റെ എല്ലാ കഴിവും പുറത്തെടുക്കുമെന്നും ഗംഭീർ പറഞ്ഞു. സൗമ്യതയുടെ പര്യായമായ രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കർക്കശക്കാരനായ ഗൗതം ഗംഭീർ എത്തുന്നത്. ഇന്ത്യയുടെ 2 ലോകകപ്പ് നേട്ടങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ഗംഭീറിന് ടീമിനെ കൂടുതൽ ലോക കിരീടങ്ങളിലേക്ക് നയിക്കാനാകുമെന്നും ആരാധകർ പ്രതീക്ഷിക്കും. ഈ ചെളി പുരണ്ട ജേഴ്സിക്ക് മഹത്തായൊരു ചരിത്രമുണ്ട്. പലരും മറന്നുപോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്ന ലോകകപ്പ് വിജയത്തിന്റെ ചരിത്രം. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ 97 റൺസുമായി ഗൗതം ഗംഭീറായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. സെഞ്ചുറിയേക്കാൾ ടീമിന്റെ നേട്ടത്തിന് പ്രാധാന്യം നൽകിയിട്ടും അതിനുള്ള അംഗീകാരം ഗംഭീറിന് കിട്ടിയില്ല. പലരെയും പോലെ അതിലെ സങ്കടവും അമർഷവും തുറന്നു പറയാൻ ഗംഭീർ ഒരിക്കലും മടിച്ചില്ല. ഒരു 6 അല്ല ഇന്ത്യയുടെ ലോകകപ്പ് വിജയമെന്ന ഗംഭീർ തുറന്നടിച്ചപ്പോൾ പലരും അതിനെ കുശുമ്പെന്ന മുദ്രകുത്തി പരിഹസിച്ചു. ഇതുപോലെ 2007 2020 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഗംഭീർ നേടിയ 75 റൺസിനെയും ആരും അംഗീകരിച്ചു കണ്ടിട്ടില്ല. മാന്യന്മാരുടെ കളിയിലെ മുഖങ്ങളായി സച്ചിനും ദ്രാവിഡുമെല്ലാം നിറഞ്ഞുനിന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നും വ്യത്യസ്തനായിരുന്നു ഗംഭീർ. എതിരാളിയോടും സ്വന്തം ടീമംഗത്തോടും ഒരുപോലെ പോരടിച്ചു.
ഷാഹിദ് അഫ്രീദിയോ വിരാട് കോഹ്ലിയോ ആരെതിരെ വന്നാലും ഗംഭീറിന് ഒരുപോലെ. 58 ടെസ്റ്റുകളിലും 147 ഏകദിനങ്ങളിലും 37 2020കളിലും ഇന്ത്യൻ കുപ്പായമണിഞ്ഞ ഗംഭീർ 10,000-ലധികം റൺസ് രാജ്യത്തിനായി നേടി. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ക്യാപ്റ്റനായി 2 കിരീടത്തിലേക്ക് നയിച്ച ഗംഭീർ ഇത്തവണ മെന്റർ റോളിലും നേട്ടം ആവർത്തിച്ചു. ഇതോടെയാണ് ഗംഭീറിന് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ ഇന്നിംഗ്സിന് വഴി തുറന്നത്. അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമാണ് ഗംഭീറിന് മുന്നിലെ പ്രധാന വെല്ലുവിളികൾ. കരിയറിൽ ഇതുവരെ ഒരു ടീമിന്റെയും കോച്ചായിട്ടില്ലെങ്കിലും ഗംഭീറിന്റെ ക്രിക്കറ്റ് നോളജിൽ ആർക്കും സംശയം വേണ്ട. രവിശാസ്ത്രിയെ പോലെയോ രാഹുൽ ദ്രാവിഡിനെ പോലെയോ ആവില്ല ഗംഭീർ. തനി ഹെഡ് മാസ്റ്റർ ആയിട്ടായിരിക്കും ഗംഭീർ ടീമിനെ നയിക്കുക. സ്പോർട്സ് ഡെസ്ക് 24. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ഇറങ്ങും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് എതിരാളികൾ. കോപ്പ കിരീടം കാക്കാൻ അർജന്റീനയ്ക്ക് ഇനി വേണ്ടത് 2-2 ജയം. ആദ്യ കടമ്പ അപ്രതീക്ഷിത കുതിപ്പിലൂടെ സെമിയിലെത്തിയ കാനഡ. ഈ കോപ്പയിൽ മെസ്സിപ്പട തുടങ്ങിയത് തന്നെ കാനഡയ്ക്കെതിരായ 2 ഗോൾ ജയത്തോടെയായിരുന്നു. പിന്നീടുള്ള കളികളിൽ ജയിച്ചെങ്കിലും അർജന്റീനയുടെ പ്രകടനത്തിൽ കടുത്ത ആരാധകർക്ക് പോലും തൃപ്തിയില്ല. ലോക കിരീടമടക്കം എല്ലാം നേടിയതിന്റെ ആലസ്യം ചാമ്പ്യന്മാർക്കുണ്ട്. ക്വാർട്ടറിൽ ഇക്വഡോറിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു അർജന്റീന. ആ കളിയെങ്കിൽ കാനഡയ്ക്കെതിരെ പണി കിട്ടിയേക്കും. കോപ്പയിലെ കന്നിക്കാരായ കാനഡ വെനിസ്വേലയെ ഷൂട്ടൌട്ടിൽ മറികടന്നാണ് അവസാന 4-ലെത്തിയത്. ചാമ്പ്യന്മാരെ വീഴ്ത്തി ആദ്യ ടൂർണമെന്റിൽ തന്നെ ഫൈനലിലും കടക്കാമെന്ന മോഹത്തിലാണ് അൽഫോൺസോ ഡേവിസും സംഘവും. സ്പോർട്സ് ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.